ഹായ് ഫ്രണ്ട്സ്, ട്രൈ ആൻഡ് ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല അടിപൊളി ടേസ്റ്റിലൊരു ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഒരു കറിയിലേക്കായിട്ട് ഞാനൊരു അരമുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂണ് മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഒരു 2 ടീസ്പൂണ് എരിവ് കുറഞ്ഞ മുളക് പൊടിയും, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, 2 ടീസ്പൂണ് മല്ലിപ്പൊടിയും, കുറച്ച് കറിവേപ്പിലയും, ഒരു 7 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. പിന്നെ നമ്മുടെ ഒരു കറിയിലേക്കായിട്ട് ഞാനൊരു 1/2 കപ്പ് ചുവന്നുള്ളി അരിഞ്ഞതെടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും, ഒരു ഫുള്ളായിട്ടുള്ള കുടപ്പൻ വെളുത്തുള്ളിയും, ഒരു 5 പച്ചമുളകും ഇതേപോലെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് വാട്ടിയിട്ടാണ് നമ്മൾ കറി റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഞാനൊരു കറിയിലേക്കായിട്ട് 1 കിലോ ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. നന്നാക്കിയപ്പോഴത്തേക്കും ഏകദേശം ഒരു 600 ഗ്രാമൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു ചെമ്മീനെ. ഈ ഒരു ചെമ്മീൻ കറി റെഡിയാക്കി എടുക്കുമ്പോഴേ ആദ്യം തന്നെ ചെമ്മീൻ ഒന്ന് വേവിച്ചിട്ടുണ്ട് ഞാനത് കറിയായിട്ട് റെഡിയാക്കി എടുക്കണത്. അപ്പോൾ അതിനായിട്ട് പാനിലേക്ക് ചെമ്മീൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുക. കാര്യം ചെമ്മീൻ വേവണ സമയത്ത് ഇതിൽ വെള്ളം ഉണ്ടാവും, എങ്കിലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളിതൊന്ന് മിക്സ് ആക്കിയെടുത്ത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. എങ്കിലാണ് ചെമ്മീൻ നല്ലതുപോലെ വെന്ത് കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു റബ്ബർ പോലെ ഇരിക്കുവേ. അപ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്തിരുന്ന ഒരു വെള്ളമൊക്കെ നല്ലോണം വറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ ഒരു കറിയിലേക്ക് ഞാൻ മീഡിയം സൈസിലുള്ള 2 തക്കാളി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഈ ഒരു ഉള്ളിയുടെ കളറൊന്ന് മാറി വരണം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് വാട്ടിയെടുക്കാവേ. ആ ഒരു തക്കാളി വെന്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പം നമ്മൾ റെഡിയാക്കി എടുക്കുന്ന കറിക്ക് ആ ഒരു ഗ്രേവിക്ക് നല്ലൊരു കൊഴുപ്പ് കിട്ടുവേ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു തേങ്ങയുടെ മിക്സിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്കുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചിട്ട് ഒഴിച്ച് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത് കുടംപുളിയാണ്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തിളച്ച് വന്നിരിക്കുന്ന ആ ഒരു ഗ്രേവിയിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ആ ഒരു ചാറും ചെമ്മീനും ഒക്കെ ആയിട്ട് നല്ലോണം ഒന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാൻ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യണേ. ഈ ഒരു ചെമ്മീൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.